ടൊമാറ്റോ കെച്ചപ്പ് വീട്ടിലുണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടൊമാറ്റോസ് എടുത്തിട്ട് നല്ല പഴുത്തത് നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 2 വലിയ പോട് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 ക്ലോവും ഒരു ചെറിയ പീസ് പട്ടയും സ്റ്റാറിൻ്റെ ഒരു ചെറിയ പീസ് ഒരു പെറ്റൽ, പിന്നെ 5-6 കുരുമുളക്. ആദ്യം ടൊമാറ്റോ നല്ല തിളക്കുന്ന വെള്ളത്തിലിടണം. വെള്ളം നല്ല വെട്ടി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. കുറച്ച് സമയം അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് അതിൻ്റെ തോലൊക്കെ ഇളകി വരുമ്പോൾ തോലിളക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. തക്കാളി ഇതാ ഇങ്ങനെ വെണ്ടുകറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തോലൊന്ന് കളഞ്ഞിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, ഈ ഗരം മസാല, ഇതൊക്കെ കൂടി ഒന്ന് അരച്ചെടുക്കണം. മിക്സി ജാറിലേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ തോല് ഇതാ ഇതുപോലെ മാറിക്കിട്ടും. എല്ലാം കൂടെ പെട്ടെന്ന് അരക്കാം. ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. അതിൻ്റെ കുരുവും വേറെ എന്തെങ്കിലും ഈ ഗരം മസാലയുടെ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇടാം. അതിൻ്റെ കൂടെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കെച്ചപ്പിൽ സാധാരണ ഇടണമെന്ന് ആലോചിക്കുകയും, പക്ഷേ ചില്ലി പൗഡറും എണ്ണയും കൂടെ വരുന്ന കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണെങ്കിൽ അതിൻ്റെ കളർ, ചുമന്ന കളർ കുറച്ച് എടുത്ത് കാണിക്കും. അതിനുവേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം, കുറുക്കിയെടുക്കണം. പിന്നെ ഷുഗറും സോൾട്ടും കൂടെ ആഡ് ചെയ്യണം. ഇത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം. നന്നായി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഉപ്പിടാം. കുറുകി വരുമ്പോൾ സിമ്മിലാക്കി വെച്ചാൽ നമുക്ക് കയ്യിലൊക്കെ തെറിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇടാം. ഷുഗർ ഇടുന്നതോടുകൂടെ ഒന്നുകൂടെ ഒരു തിക്കായി വരും. കെച്ചപ്പിൽ കുറച്ച് സ്വീറ്റ്നെസ് മുന്നോട്ട് നിൽക്കില്ല, അപ്പോൾ മധുരം കുറവ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യും. ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് സെലറി ആഡ് ചെയ്യാം. സെലറി ആദ്യം തന്നെ അരക്കണതിന് മുന്നേയും ആഡ് ചെയ്യാം. അപ്പോൾ അത് ഇങ്ങനെ പീസായി കാണില്ല. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യുന്ന കെച്ചപ്പാണല്ലോ. കെച്ചപ്പിൻ്റെ തിക്നെസ്സൊക്കെ ഏകദേശം പാകമായിട്ടുണ്ട്. ഇതിനകത്ത് 2 ടീസ്പൂൺ നമുക്ക് വിനീഗർ ആഡ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം. തണുത്താൽ നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.